ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ആവർത്തന വിരസമായ ബജറ്റ് എന്നാണ് പറയേണ്ടത്. ആ നടപടി എടുക്കാത്തത് തന്നെ ഈ ബജറ്റിൻ്റെ ഏറ്റവും വലിയ ന്യൂനതയാണ്. അപ്പോൾ എനിക്ക് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായം പറയാനുള്ളത് വിഴിഞ്ഞം പ്രോജക്റ്റിനെ പറ്റിയാണ്. ഫണ്ട് പൊതുവിദ്യാഭ്യാസത്തിന് 1032 കോടിയാണ് വകയിരുത്തിയിരിക്കുന്നത്. അതൊക്കെ വളരെ നക്കാപ്പീച്ചയാണ്. കാർഷിക മേഖലയാണ് ഏത് ബജറ്റാണെങ്കിലും ഏറ്റവും, അതായത് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് കാർഷിക മേഖലയ്ക്കാണ്. അങ്ങനെയുള്ള കാർഷിക മേഖലയെ കേരളം ഏതാനും പതിറ്റാണ്ടുകളായിട്ട് നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്വന്തം മുഖത്തിൻ്റെ പേരിലല്ലല്ലോ ഈ പദ്ധതികൾ നടത്തുന്നത്. നമ്മൾ കൊടുക്കുന്ന നികുതി പണം, പക്ഷേ രാഷ്ട്രീയക്കാർ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്ന തീരുമാനങ്ങളായിരിക്കുകയില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഈ ഗവൺമെൻറ്റിന് ഒരു ഇടതുപക്ഷ മുഖമുണ്ട് എന്ന്. നമസ്കാരം. ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് പ്രമുഖ സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജാണ്. നമസ്കാരം. ബഡ്ജറ്റിനെ എങ്ങനെ വിലയിരുത്തും? ഇത്തവണത്തെ ബജറ്റിന് ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ആവർത്തന വിരസമായ ബജറ്റ് എന്നാണ് പറയേണ്ടത്. എന്നാൽ LDFൻ്റെ ഒരു നയമാറ്റം, അതായത് ഈ എല്ലാം പൊതുമേഖലയിൽ മാത്രം എന്നുള്ളതിൽ നിന്ന് സ്വകാര്യ മേഖലയിലേക്ക് ഒറ്റ ചാട്ടം ചാടുന്ന ഒരു സ്ഥിതി ഒരു വ്യതിയാനവും നയവ്യതിയാനവും നമുക്ക് ഈ ബജറ്റിൽ കാണാൻ പറ്റും. പ്രത്യേകമായിട്ടും ആ നയവ്യതിയാനമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൂടാതെ പറഞ്ഞാൽ വിഭവ സമാഹരണത്തിൽ വലിയ കാര്യമായ മുന്നേറ്റമൊന്നും ഇത്ര തവണ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. കാരണം നികുതികൾ ഒരു 50% നികുതി ഇപ്പോഴും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിധിക്കകത്താണ്. പക്ഷേ ആ നികുതികളൊക്കെ തന്നെ അങ്ങേയറ്റത്തെ ഏറ്റവും ഉയരത്തിലെത്തിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പോലും ഇപ്രാവശ്യവും ചില നികുതികളൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ തന്നെ ചിലതൊക്കെ വളരെ നല്ല അപ്രോച്ചാണ്. ചില നികുതികളിലെ അപ്രോച്ച് ചെയ്തിരിക്കുന്ന രീതി, ഇവിടെയുള്ള നികുതി വെട്ടിക്കുന്ന ചില മാഫിയകൾക്ക് ചങ്ങലയിടാനുള്ള രീതിയാണ്. അത് പ്രാവർത്തികമാക്കിയാൽ നല്ലതാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ബജറ്റിൻ്റെ ആദ്യത്തേക്ക് അങ്ങ് പോകാം, അല്ലേ? അപ്പോൾ ഈ 2024-25 കാലഘട്ടത്തിലെ ബജറ്റ് സത്യം പറഞ്ഞാൽ തുടങ്ങിയിരിക്കുന്നത് തന്നെ എങ്ങനെയാണ്? തകർക്കാൻ ശ്രമിക്കുന്നു. അത് പലയാവർത്തി ധനമന്ത്രി പലയിടത്തായിട്ട് ആവർത്തിച്ചിട്ടുണ്ട്. തകർക്കാൻ ശ്രമിക്കുന്നു, എന്നാൽ തളരുകയില്ല, തകരുകയില്ല. ആ ആത്മവിശ്വാസം തീർച്ചയായിട്ടും ഒരു ജനനേതാവിനെ സംബന്ധിച്ച് നല്ലതാണ്. കാരണം ഞങ്ങളങ്ങ് തകർന്നു പോയി, തകർന്ന് തരിപ്പണമായി, തളർന്നു പോയി എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങുന്നത് എങ്കിൽ അവിടെ തന്നെ നമ്മുടെ പ്രതീക്ഷകളെല്ലാം അറ്റുപോകും. അപ്പോൾ അങ്ങനെ ഒരു ശുഭ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് തുടങ്ങുന്നത്. അതേസമയം ഓക്കെ, അപ്പോൾ അങ്ങനെ തുടങ്ങുന്ന ഈ ബജറ്റിൻ്റെ എത്രയാണ് ആകെ അടങ്കൽ? അതിനു മുൻപായിട്ട് തന്നെ ഈ 2024-25 പ്രതീക്ഷിക്കുന്ന GSDP, അതായത് മൊത്ത ആഭ്യന്തര വരുമാനം, ആ മൊത്ത ആഭ്യന്തര വരുമാനം എന്ന് പറയുന്നത് 13,11,436 കോടിയാണ്. അതായത് 13,11,436.69 കോടിയാണ് പ്രതീക്ഷിക്കുന്ന, അതായത് BE ബജറ്റിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന ആഭ്യന്തര മൊത്ത വരുമാനം. അതേസമയത്ത് കഴിഞ്ഞ വർഷത്തെ ആഭ്യന്തര മൊത്ത വരുമാനം എത്രയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് 11,32,194 കോടിയായിരുന്നു. അതിൽ നിന്ന് 15 അതായത് 11,32,194 കോടി, അതിൽ നിന്നാണ് ഇപ്പോൾ ഈ 13,11,436 മാറിയിരിക്കുന്നത്. അപ്പം അത് കാണിക്കുന്നത് ഒരു 15.83% വളർച്ച ആഭ്യന്തര മൊത്ത വരുമാനത്തിൽ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഈ ബജറ്റ് പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നാൽ അത് തരക്കേടില്ലാത്ത നല്ലൊരു ഗ്രോത്ത് റേറ്റ്, വളർച്ചാ നിരക്കാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഈ ബജറ്റിൽ എത്രയാണ് ആകെ ചെലവ് വെച്ചിരിക്കുന്നത്, അത് ഏതൊക്കെ മേഖലകളിലേക്കാണ്, ആ മേഖലകളുടെ പ്രയോറിറ്റി, മുൻഗണനാ ക്രമം എന്താണ്, അതൊക്കെ നമുക്ക് അതിന് ശേഷം നോക്കാം. അപ്പോൾ ഈ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആകെ, അതായത് വരുമാനം, റവന്യൂ വരുമാനം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിൽ വരിക? നികുതി വരുമാനം, നികുതിയേതര വരുമാനം, ഡെവല്യൂഷൻ ഫ്രം ദ സെൻറ്റർ. അല്ലെ, ഈ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് അദ്ദേഹം ആദ്യമേ പറഞ്ഞത് തന്നെ ഈ ഡെവല്യൂഷൻ ഫ്രം ദ സെൻറ്റർ മനഃപൂർവ്വം കുറയ്ക്കുന്നു.
വസ്തുനിഷ്ഠമായിട്ടും സത്യസന്ധമായിട്ടും പറഞ്ഞാൽ മനഃപൂർവ്വം കുറയ്ക്കുന്നില്ല. മാനദണ്ഡങ്ങൾ, അതായത് ഫിനാൻസ് കമ്മീഷൻ്റെ മാനദണ്ഡങ്ങൾ മാറി മറിയുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് അതിൽ കാണുന്നത്. അതിൽ രോഷാകുലരായിട്ട് കാര്യമില്ല. ബിക്കോസ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഫിനാൻസ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ആ മാനദണ്ഡ മാറ്റം അനിവാര്യമാണ്. കാരണം ഒരു രാഷ്ട്രത്തെ ഒരുപോലെ എല്ലാവരെയും ഒരുപോലെ ഉയർത്തിക്കൊണ്ട് വരേണ്ടതാണ്. ചില സംസ്ഥാനങ്ങൾ മെച്ചപ്പെട്ടു നിൽക്കുന്നു, ചില സംസ്ഥാനങ്ങൾ തീരെ താഴ്ന്നു നിൽക്കുന്നു. താഴ്ന്നു നിൽക്കുന്നവയും പൊക്കിക്കൊണ്ടുവരിക ഒരു കേന്ദ്ര ഭരണത്തിൻ്റെ കടമയാണ്. അതുകൊണ്ടാണ് ഈ നയമാറ്റവും ഇതുപോലെ ചില സംസ്ഥാനങ്ങൾക്ക് കുറഞ്ഞുപോയി എന്ന പരിഭവവും ഒക്കെ ഉണ്ടാകുന്നത്. അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ വരുമാനം എന്ന് പറയുന്നത്, റവന്യൂ വരുമാനം എന്ന് പറയുന്നത് നികുതി വഴി സമാഹരിക്കുന്നത്, നികുതിയേതര മാർഗങ്ങളിലൂടെ സമാഹരിക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന്. ഇത് മൂന്നും കൂടി ചേർന്നതാണ്. അങ്ങനെ മൂന്നും കൂടി ചേർന്ന വരുമാനം ഈ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നത് 1,38,655 കോടിയാണ്. 1,38,655 കോടിയാണ് റവന്യൂ പ്രതീക്ഷിക്കുന്നത്. ഇനി അതുകൂടാതെ മൂലധന വരുമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് പല രീതിയിൽ, അതായത് മൂലധന ചെലവിന് വേണ്ടി നമ്മൾ സമാഹരിക്കുന്നത്, അത് നമ്മൾ വായ്പ കൊടുത്തിട്ടുള്ളതെങ്കിൽ അതിൻ്റെ തിരിച്ചു കിട്ടൽ, അതുപോലെ തന്നെ പലിശ, വായ്പകൾ കൊടുത്തിട്ടുള്ളതിൻ്റെ പലിശ അതിനകത്ത് വരും. അതുകൂടാതെ വായ്പ എടുക്കലും അതിനകത്ത് വരും മൂലധന വരുമാനത്തിൽ. അപ്പോൾ ആ മൂലധന വരുമാനം എന്ന് പറയുന്നത് 45,672 കോടിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ മൊത്ത വരുമാനം എന്ന് പറയുന്നത് 1,84,327 കോടിയാണ്. 1,84,327 കോടി. പദ്ധതി ഇനി അത് കഴിഞ്ഞാൽ മൊത്തം ചെലവും അത് തന്നെ. സാധാരണ കേന്ദ്ര ബജറ്റിലാണെങ്കിലും സംസ്ഥാന ബജറ്റിലാണെങ്കിലും മൊത്തം വരുമാനവും മൊത്തം ചെലവും ഒരുപോലെ ആയിരിക്കും. കാരണം കടം കൊള്ളുന്നതൊക്കെ ചെലവഴിക്കാൻ വേണ്ടിയാണല്ലോ. അപ്പം വരുമാനവും ചെലവഴിക്കും. അങ്ങനെയാകുമ്പോൾ മൊത്തം ചെലവും മൊത്തം വരുമാനവും ഒരുപോലെ ആയിരിക്കും. അത് 1,84,655 കോടി ആണ്. 65.16 കോടിയായിട്ടാണ് നിജപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ ബജറ്റിൻ്റെ ഉള്ളറകളിലേക്ക് പോയാൽ, അതായത് എങ്ങനെയാണ് മുൻഗണന, ഇതൊക്കെ നോക്കി പോകുമ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് 2017 നമുക്കൊരു ദേശീയ ആരോഗ്യ നയം കൊണ്ടുവന്നിരുന്നു. ആ ദേശീയ ആരോഗ്യ നയം പറയപ്പെടുന്നത് ഇന്ത്യ മൊത്തമായും സംസ്ഥാനങ്ങളും ആരോഗ്യ മേഖലയിൽ ചെലവഴിക്കുന്നത് വളരെ കുറവാണ് എന്നാണ് അത് കണ്ടെത്തിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് 2017 ആ ദേശീയ ആരോഗ്യ നയത്തിൽ പറഞ്ഞു, കേന്ദ്രം 2022 ആകുമ്പോഴത്തേക്കും GDP-യുടെ 2.5% ആരോഗ്യ മേഖലയിൽ മാറ്റിവെക്കണം. അതേ സമയത്ത് സംസ്ഥാനങ്ങൾ 2020 ആകുമ്പോഴേക്കും GSDP-യുടെ 8% മാറ്റിവെക്കണം. പക്ഷെ അത് നോക്കുമ്പോൾ നമുക്ക് വലിയ നിരാശയാണ് തോന്നുന്നത്. വളരെ കുറവ്, അതായത് ഒരു 3% താഴെയാണ് ആരോഗ്യ മേഖലയിലേക്ക് വേണ്ടി. 8% എന്ന് പറഞ്ഞിടത്താണ്. അപ്പോൾ എന്നിട്ടും എങ്ങനെയാണ് കേരളം വിദ്യാഭ്യാസ മേഖലകളിൽ വളരെ ഉയർന്നു നിൽക്കുന്നതിൻ്റെ കാരണം ഇവിടെ സ്വകാര്യ മൂലധനം ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ധാരാളമായിട്ടുണ്ട് എന്നതുകൊണ്ടാണ്. അത് കേരള സംസ്ഥാനം ഫോം ചെയ്യുന്നതിന് മുൻപ് തന്നെ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും സ്വകാര്യ ഇൻവെസ്റ്റ്മെൻറ്റ് മൂലധന വിന്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ എല്ലാ കാലത്തും 1-ാം സ്ഥാനത്ത്, ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു. മാത്രവുമല്ല ഏകദേശം പാശ്ചാത്യ രാജ്യങ്ങളോട് കിടപിടിക്കത്തക്ക രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ആരോഗ്യ മേഖലയിൽ വകയിരുത്തിയിരിക്കുന്ന ഫണ്ട് ഈ ദേശീയ ആരോഗ്യ നയത്തിന് അനുസരിച്ച് അല്ല, അത് കുറവാണ്. തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയിൽ ഗവൺമെൻറ് കൂടുതൽ ചെലവഴിക്കണം. എന്തുകൊണ്ട്? ഇവിടെ സ്വകാര്യ മേഖല നല്ലത് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. സാധാരണക്കാർക്കും അതിനേക്കാൾ താഴെയുള്ളവർക്കും ഈ സ്വകാര്യ മേഖലയിൽ, അതായത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് എത്രയും ഉണ്ടാകട്ടെ, എത്ര പേർക്കാണ് അവിടെ പോകാൻ പറ്റുക? വരേണ്യവർഗത്തിന് മാത്രമാണ് അത്തരം സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ നോക്കുക. അപ്പം സാധാരണക്കാർക്ക് നമുക്കറിയാം, നമ്മൾ കണ്ടതാണ്, ഈ സാധാരണക്കാർക്കെന്ന് വെച്ചാൽ പീഡിയാട്രിക് കെയറിന് പോലും
മരുന്നില്ലാതെ, മെഡിക്കൽ കോളേജുകളിൽ മരുന്നില്ലാതെ, വാങ്ങാൻ പണമില്ലാതെ, എക്യുപ്മെൻറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് പെരിറ്റോണിയൽ ഡയാലിസിസ് നടക്കാതിരിക്കുന്നു. അതിനുള്ള ലിക്വിഡ് വാങ്ങി ഗവൺമെൻറ്റിന് കൊടുക്കാൻ, അങ്ങനെ നമ്മൾ കണ്ടതാണ്. അതായത് ഗവൺമെൻറ് മെഡിക്കൽ സമ്പ്രദായം വേണ്ടത്ര ഉയർന്നില്ലെങ്കിൽ ഇവിടുത്തെ പാവപ്പെട്ടവരെല്ലാം, അതിദരിദ്രർ മാത്രമല്ല, അതിന് മുകളിലുള്ളവർ, അതായത് ഒരു പക്ഷേ ഒരു 55% പേർക്ക് ഇവർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അത്രയും പേരെങ്കിലും ഈ പറയപ്പെട്ട വരേണ്യവർഗത്തിൻ്റെ താഴെയുള്ളവരെന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർക്ക് മാത്രമല്ല, നമുക്കൊന്നും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിൽ ഒരു ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നതിനെ പറ്റി ആലോചിക്കാൻ പോലും പറ്റില്ല. അത് ഓർക്കണം. ഇവിടുത്തെ കാരുണ്യ ബെനവളൻ്റ് സ്കീം, അതായത് കാരുണ്യ ഇൻഷുറൻസ് സ്കീം, അതാണല്ലോ ലോട്ടറി വഴിയായിട്ട് പണം സമ്പാദിക്കുന്നു. അത് ആശുപത്രികൾക്ക്, അതായത് ഈ 4-5 പ്രധാനപ്പെട്ട രോഗങ്ങൾക്ക്, ഏറ്റവും ചെലവേറിയ രോഗങ്ങൾക്ക് വേണ്ടി മെഡിക്കൽ അപ്രോച്ച് നടത്തുമ്പോൾ അവരുടെ ചെലവിനായിട്ട് ആ ഇൻഷുറൻസ് പദ്ധതി വഴിയായിട്ട് അവർക്ക് സംരക്ഷണം കൊടുക്കും. അതിനാണ് 2012 ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ സ്കീം കൊണ്ടുവന്നത് തന്നെ. പക്ഷേ ഈ വർഷം 14,000 കോടി സംഭരിച്ചിട്ടും ഈ ആശുപത്രികളെല്ലാം അതിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ ഈ ആരോഗ്യ മേഖലയ്ക്ക് കൊടുത്തിരിക്കുന്ന പോരാത്ത ഊന്നൽ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. രണ്ടാമത് നമ്മളിപ്പോൾ എഡ്യൂക്കേഷൻ നോക്കുക. എഡ്യൂക്കേഷൻ മേഖലയ്ക്കും വളരെ കുറവാണ് വകയിരുത്തിയിരിക്കുന്ന ഫണ്ട്. പൊതുവിദ്യാഭ്യാസത്തിന് 1032 കോടിയാണ് വകയിരുത്തിയിരിക്കുന്നത്. അതൊക്കെ വളരെ നക്കാപ്പീച്ചയാണ്. ബൃഹത്തായ, അതായത് നമ്മൾ ചെറിയ സംസ്ഥാനമാണെങ്കിലും നമ്മുടെ പോപ്പുലേഷൻ വലുതാണ്, വിദ്യാഭ്യാസ മേഖലയിലുള്ളവരും വളരെ നമ്പർ കൂടുതലുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസത്തിന് കൊടുത്തിരിക്കുന്ന ഊന്നൽ പോരാ പൊതുവിദ്യാഭ്യാസത്തിന്. പിന്നെ നമ്മൾ വരുമ്പോൾ വിദ്യാഭ്യാസത്തെ ഒരു നോളജ് ഹബ്ബാക്കി ഇന്ത്യയെ മാറ്റാൻ, കേരളത്തെ മാറ്റാൻ വേണ്ടി, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുപോലെ മറ്റ് സാങ്കേതിക വിദ്യാഭ്യാസം, ഇതിനൊക്കെ ഊന്നൽ കൊടുത്തുകൊണ്ട്, ഉദാഹരണത്തിന് ഈ ജൂലൈയിൽ തന്നെ ഒരു AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോൺക്ലേവ് കേരളത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ വേറൊരു നല്ല തീരുമാനം എന്ന് പറയുന്നത്, പ്രശസ്തരായ അക്കാഡമീഷ്യൻസിൻ്റെ, അത് ടെക്നോക്രാറ്റ്സിൻ്റെ എല്ലാം ചേർത്തിട്ടുള്ള ഒരു ടാസ്ക് ഫോഴ്സ് ഫോം ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ടാസ്ക് ഫോഴ്സ് ഫോം ചെയ്യും എന്ന് പറയുമ്പോൾ അതിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. എന്ന് നടപ്പാക്കും, അടുത്ത ബജറ്റിൽ ഇത് വീണ്ടും ആവർത്തനം മാത്രമാകുമോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ ഇന്ത്യയിൽ നിന്ന് പോയ ധാരാളം, നമുക്കറിയാം, അമേരിക്കയുടെയൊക്കെ IT സെക്ടറിൽ പെർസെൻറ്റേജ് വൈസായിട്ട് എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഇന്ത്യക്കാരായിരിക്കണം അവിടെ വർക്ക് ചെയ്യുന്നത്. അമേരിക്കൻകാരേക്കാളും മറ്റ് രാജ്യക്കാരേക്കാളും കൂടുതൽ ഇന്ത്യക്കാരായിരിക്കും. അപ്പം ഇന്ത്യൻസ് ആർ ഇൻ്റലിജൻറ്റ്. പക്ഷേ ആ ഇൻ്റലിജൻസ് യൂട്ടിലൈസ് ചെയ്യാൻ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നു. പിന്നെ നമ്മൾ കാർഷിക മേഖലയിലേക്ക് പോവുക. കാർഷിക മേഖലയാണ് ഏത് ബജറ്റാണെങ്കിലും ഏറ്റവും, അതായത് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് കാർഷിക മേഖലയ്ക്കാണ്. കാരണം അന്നമാണ് ദൈവം. അപ്പോൾ അന്നത്തിന് വേണ്ടിയാണ്, നമുക്കറിയാം, ലോകത്തെ എല്ലാ ടെററിസ്റ്റ് ആക്ടിവിറ്റീസും ഒക്കെ നടക്കുന്നത് അന്നം ലഭ്യമാക്കാനാണ്. പട്ടിണിപ്പാവങ്ങളുടെ വീടുകളിൽ നിന്നാണ് ടെററിസ്റ്റുകളായിട്ട് ആൾക്കാർ പോകുന്നത്. അപ്പോൾ അല്ലാണ്ട് സമ്പന്നരാരും ടെററിസ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് പോകില്ല. സ്വന്തം ശരീരത്തിൽ ബോംബ് വെച്ച് പൊട്ടിക്കാൻ ഏതെങ്കിലും പണമുള്ള വീട്ടിലെ കുട്ടി പോകുക. അതൊക്കെ നിർധനരാണെങ്കിൽ കുടുംബം രക്ഷിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അതായത് അന്നമുണ്ടോ, അതിനു വേണ്ടിയാണ് ഈ ലോകത്ത് കാർഷിക വിപ്ലവം കൊണ്ടുവരാൻ കാരണമായ ഹൈൽഡിങ് വെറൈറ്റി സീഡ്സ് കണ്ടുപിടിച്ച നോർമൻ ബോർലോഗിന് സമാധാനത്തിനുള്ള നോബൽ പ്രൈസാണ് കൊടുത്തത്. അതായത് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ആർക്ക് കൊടുത്തു? നോർമൻ ബോർലോഗിന്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ലോകത്ത് ഹൈ ഈൽഡിങ് വെറൈറ്റി സീഡ്സ് കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള, അതായത് ഹൈ ഈൽഡിങ് വെറൈറ്റി വീറ്റാണ് ആദ്യം അദ്ദേഹം ഡെവലപ്പ് ചെയ്തത്. അപ്പം അങ്ങനെ, അതായത് എന്ന് വെച്ചാൽ അന്നമാണ് ദൈവം എന്നാണ് നമ്മൾ അങ്ങനെയുള്ള കാർഷിക മേഖലയെ കേരളം ഏതാനും പതിറ്റാണ്ടുകളായിട്ട് നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കർഷകർ ആത്മഹത്യ ചെയ്യുന്നു. അതുപോലെ തന്നെ പാഡി റെസീറ്റ് ഷീറ്റ്, നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പണം കിട്ടാൻ വളരെ കാലതാമസം എടുക്കുന്നു. അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം ഇതൊക്കെ കാണാം. ഇതൊക്കെ കണ്ടിട്ട് അവർക്ക് എന്തുകൊണ്ട് ആധാർ വഴി നെല്ല് സംഭരിപ്പിക്കുമ്പോൾ തന്നെ അവരുടെ പണം കയ്യിലെത്തത്തക്ക സംവിധാനം ഉണ്ടാക്കുന്നില്ല? അതിനുള്ള യാതൊരു നടപടിയും ഇവിടെ എടുത്തിട്ടില്ല. ആ നടപടി എടുക്കാത്തത് തന്നെ ഈ ബജറ്റിൻ്റെ ഏറ്റവും വലിയ ന്യൂനതയാണ്. കൃഷിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന തുക തന്നെ വളരെ കുറവാണ്.
ഇനി ആ തുക തന്നെ വിഭജിച്ചിരിക്കുന്നത്, ഓരോ മേഖലയ്ക്കും വേണ്ടി വിഭജിച്ചിരിക്കുന്നത് ഒട്ടും ഉത്സാഹം തോന്നേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് 2016-17 ബജറ്റിൽ തന്നെ, ആദ്യത്തെ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ബജറ്റിൽ തന്നെ ശ്രീ ഐസക് ഒരു നിർദ്ദേശം, അന്നും റബ്ബർ മേഖല ഡിസ്ട്രസ്സിലാണ്, ഇന്നും റബ്ബർ മേഖല അതിനേക്കാൾ ഡിസ്ട്രസ്സിലാണ്. അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞു, സിയാൽ മോഡൽ ഒരു കമ്പനി. എന്താണ് ഈ സിയാലിൻ്റെ പ്രത്യേകത? സിയാൽ എന്ന് വെച്ചാൽ എപ്പോഴും ലാഭത്തിലോടുന്ന കൊച്ചിൻ എയർപോർട്ടാണ്. അപ്പോൾ ആ സിയാൽ മോഡലിലൊരു കമ്പനി കൊണ്ടുവരും റബ്ബർ കർഷകരുടെ രക്ഷയ്ക്ക് വേണ്ടി. അതുകൊണ്ട് റബ്ബറിൻ്റെ വാല്യൂ അഡീഷനും മറ്റെല്ലാ കാര്യങ്ങളും നേടിയെടുത്ത് അവർക്ക് നല്ല വരുമാനം ഉറപ്പാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 10 ലക്ഷത്തിലേറെ പേര് ഒരു വരുമാനം കണ്ടെത്തുന്ന മേഖലയാണ് റബ്ബർ മേഖല. പക്ഷെ ആ പറഞ്ഞത് ഇതുവരെ അതുപോലെ കിടക്കുന്നേ ഉള്ളൂ, ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്രാവശ്യവും അതുപോലെ കമ്പനികൾ കൊണ്ടുവരുന്നതിനെ പറ്റിയുള്ള വിരസമായ ആവർത്തനമുണ്ട്. റബ്ബറിൻ്റെ വില 170 രൂപയിൽ നിന്ന് താഴേക്ക് പോയാൽ 170 രൂപ ഉറപ്പാക്കുമെന്നാണ്. ഇപ്പോൾ അത് 10 രൂപ കൂട്ടി 180 രൂപയാക്കി ആ തറവില നിശ്ചയിച്ചു. പക്ഷേ ഇവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറയുന്നത് 250 രൂപ 1 കിലോ റബ്ബറിന് കൊടുക്കുമെന്നാണ് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറയുന്നത്. അപ്പം 180ഉം 250ഉം തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. ഓക്കെ, നമ്മളതിനെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം എടുത്തു ചാടി 250 എന്ന് പറഞ്ഞ് നടപ്പാക്കാതിരിക്കുന്നതിനേക്കാൾ ഭേദം 180ലേക്ക് പതുക്കെ ഒരു ചുവട് വെച്ച്. അതുമാത്രവുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സംസ്ഥാനം കടുത്ത ധനപ്രതിസന്ധിയിലൂടെ, അതുകൊണ്ട് ഇങ്ങനെയൊരു ബജറ്റ് പോലും പ്രതീക്ഷിച്ചതല്ല, ധനപ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നാണ് നമ്മൾ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഇത് സംഭവിക്കുന്നത്. അതായത് ഈ ബജറ്റിൽ ഇങ്ങനെ 180 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നത്. പിന്നെ അതായത് കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞിരുന്നു കാപ്കോ, അതായത് ഈ നമ്മുടെ വൈവിധ്യമാർന്ന വിളകളെ വാല്യൂ അഡീഷൻ നടത്താൻ, പ്രത്യേകിച്ച് ഭക്ഷ്യവിളകളെ വാല്യൂ അഡീഷൻ നടത്തി റെഡി ടു ഈറ്റ്, റെഡി ടു കുക്ക്, അങ്ങനെയുള്ള 2 തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റും. അതിന് കാപ്കോ വഴി, അതായത് സംരംഭങ്ങളുടെ ഒരു സംരംഭങ്ങളുടെ മേഖലയായിട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് പിന്നെ ഇപ്രാവശ്യവും ആവർത്തിച്ചിരിക്കുകയാണ്. ഒരുപാട് സംരംഭങ്ങൾ കൊണ്ടുവരുമെന്ന് പറയുന്നു. പക്ഷേ ആ മേഖലയിലുള്ള ഒരു മാറ്റം, അതായത് നയം മാറ്റം, പ്ലാൻ ബി എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ നയം മാറ്റം, ആ സ്വകാര്യ മേഖലയെ ചേർത്ത് പിടിക്കുന്ന നയം മാറ്റം. അപ്പോൾ ഇപ്പോൾ പറയുന്നു 25 സ്വകാര്യ വ്യവസായ പാർക്കുകൾ കൊണ്ടുവരും. നമുക്ക് അത്ര കണ്ടങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നമുക്കറിയാം കണ്ണൂരിൽ വ്യവസായം നടത്താൻ വന്ന സാജൻ എന്ന പ്രവാസിക്ക് എന്താണ് സംഭവിച്ചത്. നമുക്കറിയാം കോട്ടയത്ത് വ്യവസായം നടത്താൻ വന്ന ഷാജി റോഡിൽ വെയിലത്ത് കിടന്ന് പിന്നെ പ്രതിഷേധിക്കേണ്ടി വന്നു. അതുപോലെ തന്നെയാണ് വ്യവസായം നടത്താൻ വന്ന തിരുവാർപ്പിലെ ഏതാനും ബസ്സുകൾ വാങ്ങിയിട്ട മനുഷ്യന് സംഭവിച്ചത്. അതിനേക്കാളും ഒക്കെ ഉപരി പുഴയ്ക്കൽ, അതായത് തൃശ്ശൂർ ജില്ലയിലെ പുഴയ്ക്കൽ മേഖലയിൽ ഗവൺമെൻറ് തന്നെ ഒരു വലിയ വ്യവസായ സമുച്ചയം ബഹുകോടികൾ മുടക്കി പണിതു, 2 സ്റ്റേജായിട്ട്. ആദ്യത്തെ സ്റ്റേജിൽ തന്നെ 168 പേരോ മറ്റേ വ്യവസായികൾ വന്നത്, പക്ഷേ ഒന്നുപോലും നിലം തൊട്ടില്ല. അത് തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവരിൽ ധാരാളം പേർ, പിന്നെ പലരും നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ കർണാടക, തമിഴ്നാട് മുതലായ സ്ഥലങ്ങളിലേക്ക് പോയി. ഇവിടെ വന്ന് ഏതാനും കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ പ്രവാസികൾ പോലും അവസാനം നിരാശരായി അവിടെ നിന്ന് പോകേണ്ടി വന്നു. അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷനാണ് കേരളത്തിലുള്ളത് എന്ന് ഇവർ കാണുന്നില്ലേ? പിന്നെ എന്തിനാണ് 25 സ്വകാര്യ വ്യവസായ പാർക്കുകൾ? ഏതെങ്കിലും സ്വകാര്യ വ്യവസായി ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ പക്ഷേ തൊഴിലാളികൾക്ക് ഒരു ധാരണ ഉണ്ടാവണം. എന്താണ്? മൂലധനം ഞങ്ങളുടെ ശത്രുക്കളല്ല, മൂലധനം വന്നാലേ തൊഴിൽ സൃഷ്ടിക്കപ്പെടൂ. അതാണ് ആധികാരികമായിട്ട് അവർക്ക് വേണ്ട വിശ്വാസം. അതായത് മൂലധനം തൊഴിലാളികളുടെ ശത്രുക്കളല്ല, മിത്രം തന്നെയാണ്. മൂലധനം ഉണ്ടെങ്കിലേ, മൂലധനം ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ, മുടക്കിയാൽ മാത്രമേ വ്യവസായം പൊങ്ങി വരൂ. വ്യവസായം ഉണ്ടായാലേ തൊഴിലുള്ളൂ.
പക്ഷേ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ എനിക്ക് തൊഴിൽ കിട്ടി, ഞാൻ പിന്നെ സർക്കാർ സർവീസിലാണ്, അല്ലെങ്കിൽ സ്വകാര്യ സർവീസിലാണ്, അല്ലെങ്കിൽ പൊതുമേഖലയിലാണ്, എനിക്കിനി എന്ത് ചുക്ക് വരാനാണ്? ഇനിയുള്ളവർക്ക് ജോലിയൊന്നും വേണ്ട, എൻ്റെ അവകാശങ്ങൾ നന്നായിട്ട് സംരക്ഷിക്കപ്പെടണം. അതായത് എനിക്ക് എല്ലാ തരത്തിലും വേതന കയറ്റം ഉണ്ടാകണം, പ്രൊമോഷൻ ഉണ്ടാകണം, അങ്ങനെ വെച്ചടി വെച്ച് കയറി പോകണം. ബാക്കിയുള്ളവർ എങ്ങനെ പോയാലും എനിക്ക് പ്രശ്നം. ആ ആറ്റിറ്റ്യൂഡാണ് ഇവിടെ നമ്മുടെ തൊഴിലാളി സംഘടനകൾ വച്ചു പുലർത്തുന്നത്. ആ സംഘടനകൾ അത്തരം ആറ്റിറ്റ്യൂഡ് വച്ചു പുലർത്തുന്ന കാലം അത്രയും ലേബർ മിലിറ്റൻസി ഉണ്ടാകും, നോക്കുകൂലി ഉണ്ടാകും. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന കാലത്ത് ഇവിടെ 25 സ്വകാര്യ വ്യവസായ പാർക്കുകൾ വന്നു എന്ന് പറഞ്ഞ് അത്ഭുതമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. അപ്പോൾ എനിക്ക് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായം പറയാനുള്ളത് വിഴിഞ്ഞം പ്രോജക്റ്റിനെ പറ്റിയാണ്. അതായത് വിഴിഞ്ഞം പ്രോജക്റ്റ് വളരെ ഉദാത്തമായി ചിന്തിച്ചുണ്ടാക്കിയ ഒരു പ്രോജക്റ്റ് എന്നാണ് എല്ലാവരും അവകാശപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൂ ഇക്കോണമി എന്ന് പറയുന്നത്, അതായത് ഗ്രീൻ എക്കോണമി എന്നും പറഞ്ഞ് നമ്മൾ ഭൂമിയെ ചുറ്റിപ്പറ്റി വികസന സ്വപ്നങ്ങൾ കാണുന്നത് പോലെ വികസന സ്വപ്നങ്ങൾ കാണാൻ സാധ്യതയുള്ള വിഭവങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാവുന്ന ഒരു മേഖലയാണ് കടലും സമുദ്രവും. ആ സമുദ്രത്തിലെ വിഭവങ്ങൾ വളരെ കുറച്ച് മാത്രമാണ് നമ്മൾ നാളിതുവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുള്ളതും പ്രയോജനപ്പെടുത്തിയിട്ടുള്ളതും. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ വിഴിഞ്ഞം പ്രോജക്റ്റ് കൊണ്ടുവന്നത്. അത് പക്ഷേ അത്തരം വിഭവങ്ങൾ മുഴുവൻ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല പറയുക, റിസോഴ്സസിൻ്റെ ട്രാഫിക്കിംഗ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരിക ആണ്. അതെന്ന് വെച്ചാൽ വാണിജ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ് വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ ആവിർഭാവത്തിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ ഇത് ഇൻ്റർനാഷണലൈസ് ചെയ്യുന്ന വളരെ വലിയ ഒരു കണ്ടെയ്നർ ടെർമിനലാണ് വരാൻ പോകുന്നതൊക്കെ ഉള്ളത് ശരിയാണ്. അതിൻ്റെ സാധ്യതകൾ അനന്തമാണ് എന്നതും ശരിയാണ്. പക്ഷേ അതിനു വേണ്ടി കുടിയിറക്കപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ, അവരുടെ സ്ഥിതി അതിദയനീയമാണ്. കാരണം നമ്മൾ മുതലപ്പൊഴിയിൽ എപ്പോഴും ബോട്ട് അപകടം ഉണ്ടാകുന്നതും അവിടെ ഫിഷിങ്ങിന് പോകാൻ പറ്റാത്തതും ഒക്കെ നമ്മൾ പഠിച്ചു. അതൊക്കെ അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണം കൊണ്ടാണെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്, അശാസ്ത്രീയം. അപ്പോൾ ഈ ശാസ്ത്രജ്ഞരെയൊക്കെ വെച്ച് പുലിമുട്ട് നിർമ്മാണമൊക്കെ എങ്ങനെ നടത്തണം, ഇത് ഒരു തരത്തിലും അതായത് വിഴിഞ്ഞ ആ തീരപ്രദേശത്തിന് ഹാനികരമാകാത്ത രീതിയിൽ വേണം ഇതുമായിട്ട് മുൻപോട്ട് പോകാൻ എന്നൊക്കെ ഇത്രയും വലിയൊരു പദ്ധതി, സ്വപ്ന പദ്ധതി, ബഹുലക്ഷം കോടികൾ ചെലവഴിക്കുന്ന പദ്ധതി, അത്തരം ഒരു പദ്ധതിക്ക് പോകുമ്പം അതിൻ്റെ അപ്പുറവും ഇപ്പുറവും നല്ലവണ്ണം പഠിക്കണം. അതുകൊണ്ട് നിഷ്കാസിതരാകുന്ന ഫിഷർമെൻ ഫോക്ക് അവർക്ക് എന്ത് കിട്ടും, അവരെ എങ്ങനെ പരിരക്ഷിക്കും എന്നുള്ള കാര്യങ്ങളെപ്പറ്റി ആലോചിക്കണമായിരുന്നു. പക്ഷേ രാഷ്ട്രീയക്കാർ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്ന തീരുമാനങ്ങളായിരിക്കുകയില്ല. ഏത് ഗവൺമെൻറ് വന്നാലും അവരുടെ താല്പര്യങ്ങൾ വോട്ട് ബാങ്കിലാണ്. വോട്ട് ബാങ്ക് എന്ന് വെച്ചാൽ വലിയ പ്രോജക്റ്റ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് അത് കാണിച്ച്, ഇപ്പം നമുക്കറിയാം, നമ്മൾ TV തുറന്നു നോക്കിയാൽ മുഖ്യമന്ത്രിയുടെ പ്രോഗ്രാംസ് കണ്ടാൽ അറിയാം, ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ഗോപുരം പണിതതുപോലെയാണ് അതിനെ മാഗ്നിഫൈ ചെയ്ത് സാധാരണക്കാരുടെ പിന്നെ പ്രതീക്ഷയൊക്കെ ഊതി വീർപ്പിച്ച് അവരുടെ വോട്ട് മേടിക്കുന്നത്. അത് നമ്മുടെ മുഖ്യമന്ത്രി മാത്രമല്ല, അതിനേക്കാൾ വലിയ മാന്ത്രിക ദണ്ട് ഉപയോഗിച്ചാണ് സ്വന്തം ഫേസിനെ ലിഫ്റ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രധാനമന്ത്രി. അപ്പോൾ അതായത് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ആരും മോശക്കാരല്ല. അതായത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ അപജയമാണ് സ്വന്തം മുഖം വികസിപ്പിച്ചുകൊണ്ട് മനോഹരമാക്കി കാണിച്ചുകൊണ്ട് വോട്ട് മേടിക്കുക. ഈ സ്വന്തം മുഖത്തിൻ്റെ പേരിലല്ലല്ലോ ഈ പദ്ധതികൾ നടത്തുന്നത്. നമ്മൾ കൊടുക്കുന്ന നികുതി പണം, അതായത് ഒരു ഭിക്ഷാടകൻ മുതൽ അയാൾ വാങ്ങുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും നികുതി കൊടുക്കുകയാണ്. അങ്ങനെ A to Z എല്ലാവരിൽ നിന്നും സംഭരിക്കുന്ന ആ നികുതി പണം ഉപയോഗിച്ചാണ് ഇതുപോലുള്ള പദ്ധതികളൊക്കെ നടപ്പാക്കുന്നത്. ഇത് ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു എന്ന് പറഞ്ഞ് കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല പ്രധാനമന്ത്രിയാണെങ്കിൽ. അതുപോലെ തന്നെ ഇത് എൻ്റെ മിടുക്കാണ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയും കൊണ്ടുവരേണ്ടത്. അപ്പോൾ അങ്ങനെ മുഖം മിനുക്കൽ നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ, അതായത് ഡെമോക്രസിക്ക് അപഭ്രംശം പറ്റിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു, ഈ വിഴിഞ്ഞം പദ്ധതി തുടങ്ങിയപ്പോഴേ ഏറ്റവും ആദ്യം ചെയ്യേണ്ടിയിരുന്നത് അവിടുന്ന് കുടിയിറക്കപ്പെടുന്നവരെ പുനരധിവസിപ്പിക്കുകയായിരുന്നു. ഏറ്റവും മാന്യമായ രീതിയിൽ, അവരുടെ കണ്ണീര് വീഴാത്ത രീതിയിൽ അവരെ പുനരധിവസിപ്പിക്കണമായിരുന്നു. പക്ഷേ ഈ മെയ് മാസത്തിൽ കപ്പലിൻ്റെ പ്രവർത്തനം കപ്പൽശാലയുടെ പ്രവർത്തനം തുടങ്ങും എന്ന് പറയുമ്പോഴും അവരുടെ കണ്ണീര് വീണുകൊണ്ടേയിരിക്കുകയാണ്. ഇതെനിക്ക് സാക്ഷ്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മുതലപ്പൊഴി മുതൽ അടിമലത്തുറ വരെ നടന്ന്
ആ തീരം നഷ്ടപ്പെട്ടതും തീരത്ത് ഓരോരുത്തരും ഓരോ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ഭവനങ്ങൾ കംപ്ലീറ്റായിട്ട് കടലെടുത്തു പോയതും ഒക്കെ ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്. ആ ദുഃഖം നേരിൽ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇത്ര സങ്കടത്തോടെ അത് ഓർത്തു പോകുന്നത്. അപ്പം വിഴിഞ്ഞം പ്രോജക്റ്റ് വലിയൊരു അജണ്ടയായി പൊക്കി ഉയർത്തിപ്പിടിക്കുമ്പോഴും അതുകൊണ്ട് എത്ര ആയിരം പേര് ജീവിതം നഷ്ടപ്പെട്ടവരായി തീർന്നു എന്ന കാര്യം ഗവൺമെൻറ് ഗവനിച്ചില്ല. വേണ്ട രീതിയിൽ ഗവനിച്ചിരുന്നെങ്കിൽ ആദ്യം അവരെ, അതായത് മെയ് മാസത്തിൽ കപ്പൽ ചാൽ ഓപ്പൺ ചെയ്യുന്നതിന് മുൻപ് തന്നെ, ആദ്യത്തെ ഷിപ്പ് വരുന്നതിന് മുൻപ് തന്നെ അവരുടെ പരാതികൾ കേട്ട് അവരെ പുനരധിവസിപ്പിക്കണമായിരുന്നു. അതാണ് ചേർത്ത് പിടിക്കലിൻ്റെ രാഷ്ട്രീയം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ്റിന് ഒരു ഇടതുപക്ഷ മുഖമുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഈ ഗവൺമെൻറ്റിന് ഒരു ഇടതുപക്ഷ മുഖമുണ്ട് എന്ന്. നികുതി വരുമാനം, നികുതിയേതര വരുമാനം. നികുതി വരുമാനമാണ് ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നികുതി വരുമാന പിരിവിനുള്ള സാധ്യതകൾ കേരളത്തിൽ വളരെ പരിമിതമാണ് ഇപ്പോൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 50% നികുതി പിരിക്കാനുള്ള ഇൻഡയറക്റ്റ് ടാക്സസും ഒക്കെ പിരിക്കാനുള്ള സാധ്യത ഇപ്പോഴും കേരളത്തിൻ്റെ കയ്യിൽ. പക്ഷേ കേരളം അത് മുഴുവനും പ്രയോജനപ്പെടുത്തി അങ്ങ് അതിൻ്റെ ഗരിമയിലെത്തി, അതായത് നമുക്ക് പിരിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റത്ത് വരെ എത്തിയിരിക്കുകയാണ്. ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം 2 രൂപ സെസ് പെട്രോളിയം ഉൽപ്പന്നങ്ങളിലിട്ടു. എന്തു പേരിലാണ് അത് ഇട്ടത്? സാമൂഹ്യ സുരക്ഷാ സെസ് എന്ന് പറഞ്ഞാണ് ഇട്ടത്. അതുപോലെ അതുകൂടാതെ പെട്രോളിയം സെസ് വേറെയുണ്ട്. അതിനു മുമ്പേ വന്ന സെസ്സുണ്ട്, പെട്രോളിയം സെസ്. അതുമൊക്കെ കഴിഞ്ഞിട്ട് മദ്യത്തിൻ്റെ ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നതാണ് 500 രൂപയിൽ താണ മദ്യത്തിൻ്റെ വില കൂട്ടരുത്. ഓഫ് കോഴ്സ് അത് കൂട്ടിയില്ല. പക്ഷേ ഉയർന്ന വിലയുള്ള മദ്യത്തിൻ്റെ ഒക്കെ വില കൂട്ടി കഴിഞ്ഞ ബജറ്റിൽ തന്നെ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഓർമ്മയുണ്ടാകും, ഇടയ്ക്ക് ഡിസ്കൗണ്ട് സെയിൽ നടത്തി മദ്യത്തിൻ്റെ. ഓർമ്മയുണ്ടോ? അതാണ് എന്തുകൊണ്ടാണ് ഡിസ്കൗണ്ട് സെയിൽ നടത്തേണ്ടി വരുന്നത്? മേടിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ എന്തു ചെയ്യും? നമ്മുടെ അയൽ സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്ന ജില്ലകളിൽ നിന്ന് ആൾക്കാർ ജീപ്പ് പിടിച്ച് മറ്റേ സംസ്ഥാനത്ത് പോയി ഇഷ്ടം പോലെ ബോട്ടിൽസ് നിറച്ച് വെച്ചും പിടിച്ച് കൊണ്ടുവന്ന് വിതരണം ചെയ്യും. അപ്പോൾ വരുമാനം ആർക്കാ കൂടുക? അന്യ സംസ്ഥാനക്കാർക്ക് കൂടും. ഇത് വാങ്ങിച്ചുകൊണ്ടുവന്ന് വിൽക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് മദ്യപിക്കാനും പറ്റും. അതാണ് അവസ്ഥ. അപ്പോൾ അതിന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരു പ്രിൻസിപ്പിളുണ്ട്, ടാക്സ് കാസ്കേഡിങ് എന്ന് വെച്ചാൽ ഇവിടെ നികുതി വളരെ ഉയർന്നിരിക്കുമ്പോൾ ഇവിടുത്തെ വില കുറഞ്ഞ സംസ്ഥാനത്തേക്ക് പോവുക. വലിയ നികുതി കാരണം ഇവിടെ വില ഉയർന്നു നിൽക്കുന്നു. അടുത്ത സംസ്ഥാനത്ത് ഇത്രയും നികുതിയില്ല, വിലയും കുറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഇവിടുത്തെ വിൽപ്പന അടുത്ത സംസ്ഥാനത്തേക്ക് ഒഴുകി പോകുന്നു. അതിനെയാണ് ടാക്സ് കാസ്കേഡിങ് എന്ന് പറയുന്നത്. അതാണ് കഴിഞ്ഞ വർഷം ഇവിടെ ഉണ്ടായത്. അപ്പോൾ ഈ ടാക്സ് കാസ്കേഡിങ് ഉണ്ടായാൽ പോലും ഇപ്പോൾ മദ്യത്തിൽ നിന്നുള്ള ആകെ റവന്യൂ നോക്കിയാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ച് കൂടിയിരിക്കും. കാരണം എന്താണ്? ഉയർന്ന വിലയ്ക്കാണ് വിറ്റത് അതുകൊണ്ട്. പക്ഷേ ഈ ടാക്സ് കാസ്കേഡിങ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് മിടുക്കരായ കാര്യക്ഷമതയുള്ള ഒരു ധനമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമുക്കറിയാം ഇന്ധനം ഇവിടെ വില കൂടുതലാണ് കർണാടകത്തിലേക്കാളും. അതുകൊണ്ട് നിങ്ങൾ കർണാടകത്തിലേക്ക് ഓടുന്ന ബസ്സുകൾ അവിടെ നിന്ന് ഇന്ധനം നിറച്ചോളുന്ന ഇവിടുന്ന് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ തന്നെ ഇൻസ്ട്രക്റ്റ് ചെയ്തതാണ്. അത്തരം രസകരമായ സംഭവങ്ങളൊക്കെ അതുപോലെ തന്നെയാണല്ലോ. ഞാൻ കാർഷിക മേഖലയ്ക്ക് കുറച്ചേ കൊടുത്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഓർക്കുക, ഇവിടെ നെല്ല് ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിൽ എന്താ കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവരാൻ പാടില്ലേ എന്ന് ചോദിച്ച ഒരു മന്ത്രി വിദ്വാനും നമ്മുടെ മന്ത്രിസഭയിൽ ഉണ്ടെന്ന് ഓർക്കണം. അത്ര സമ്മാന്യരായ ബുദ്ധിമാന്മാരാണ് മന്ത്രിമാരായിട്ട് വിലസുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കണം. അപ്പോൾ ഈ ടാക്സ് കാസ്കേഡിങ് അത് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട്, ഈ വർഷവും ഉണ്ടാകും. എന്നിട്ട് പോലും അത് ടാക്സ് കാസ്കേഡിങ് ആണെന്നോ എന്തുകൊണ്ടാണെന്നോ മനസ്സിലാക്കാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇപ്രാവശ്യം മദ്യത്തിൻ്റെ ചില നികുതികളൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ വീണ്ടും വില വർദ്ധിക്കും, അത് വീണ്ടും വിൽപ്പന കുറയ്ക്കും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അത് നമുക്ക് അടുത്ത വർഷം ചർച്ച ചെയ്യാം. അപ്പോൾ അങ്ങനെ പക്ഷേ എനിക്ക് കൊള്ളാം എന്ന് തോന്നിയ ഒരു നടപടി ഏതാണെന്ന് വെച്ചാൽ ആധാരമെഴുത്തുമായിട്ട് ഭൂമിയുടെ രജിസ്ട്രേഷനും ആധാരമെഴുത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു നികുതി പരിഷ്കരണമാണ്. എന്തുകൊണ്ടെന്നാൽ ആധാരമെഴുത്തുകാർ, ഭൂമാഫിയ, രജിസ്ട്രേഷൻ മാഫിയ, അതായത് രജിസ്ട്രേഷൻ ഓഫീസുകൾ, ഇത് മൂന്നും കൂടി ചേർന്ന് വലിയ കൊള്ളയാണ് ആ രംഗത്ത് നടത്തുന്നത്. അതായത് ഭൂമിയുടെ വില കുറച്ച് കാണിച്ചിട്ട് അതായത് ഉള്ളതിൽ നിന്ന് വളരെ വളരെ കുറച്ചാണ് കാണിക്കുക. അങ്ങനെ കുറച്ച് കാണിച്ചിട്ട് ഇത്രയും കാലം ഉണ്ടായിരുന്നതാണ് ആ ഒരു പദ്ധതി.
അങ്ങനെ കുറച്ച് കാണിച്ചിട്ട് ഇവർ 3 കൂട്ടരും കൂടി അതിൽ നിന്നുണ്ടാകുന്ന ലാഭം പങ്കിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിക്കൊരു മാറ്റം ഉണ്ടാകാൻ സഹായകമായ ചില നടപടികളാണ് ആധാരമെഴുത്തുമായിട്ട് ബന്ധപ്പെട്ട്, ഭൂമി രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു അത് കുറച്ച് വിഭവ സമാഹരണം കണ്ടമാനം നടക്കാനിടയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കുമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ. അതായത് പ്രവാസികൾ ധാരാളം ഗൾഫിലുണ്ടായിരുന്ന കാലത്ത് അവർ മുഴുവൻ പണവും ഇങ്ങോട്ട് അയച്ച് കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ ചിലവഴിച്ചിരുന്നു. കൺസ്ട്രക്ഷൻ മേഖലയിൽ ചിലവഴിക്കണേ ആദ്യം ഭൂമി വാങ്ങണമല്ലോ. അപ്പോൾ അങ്ങനെ ഭൂമിയുടെ ക്രയവിക്രയം വളരെ ആക്റ്റീവായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. അതുപോലെ കൺസ്ട്രക്ഷനും വളരെ ആക്റ്റീവായിരുന്നു. ഇപ്പോൾ ഇത് രണ്ടും സ്ലോ ഡൗൺ ചെയ്തു. അപ്പം അത് കാരണം കൊണ്ട് ഇത് വലിയ വരുമാനം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. എങ്കിലും അതൊരു നല്ല രീതിയാണ്. കാരണം ഈ കള്ളത്തരങ്ങൾ ഒക്കെ ഒരു വിലങ്ങിടുക, കൂച്ചുവിലങ്ങിടുക എന്ന രീതിയിൽ നോക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു നല്ല രീതിയായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അത് കൂടാതെ നികുതിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഗവൺമെൻറ്റിന് പരിമിതികളുണ്ട്. അത് ഇലക്ട്രിസിറ്റിയുടെ നികുതി, അതായത് നമുക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള നികുതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മദ്യം, അതുപോലെ പിന്നെ പെട്രോളിയം, അതുകൂടാതെ ഭൂമി, അതായത് ലാൻഡ് രജിസ്ട്രേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടത്. പിന്നെ 4ാമത്തതാണ് ഇലക്ട്രിസിറ്റി. ഈ 4 നികുതികളാണ് കയ്യിലുള്ളത്. ഈ 4 നികുതികളും കൂടെ തന്നെ 50-55% വരും. അപ്പോൾ ഇലക്ട്രിസിറ്റി നികുതിയുടെ കാര്യം എടുക്കാൻ ഇന്ത്യയിൽ കേരളത്തിലെ പോലെ ഇലക്ട്രിസിറ്റി നികുതി ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനവും ഇല്ല. എന്നിട്ടും ചെറിയൊരു വർധനവ് ഇലക്ട്രിസിറ്റി നികുതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നികുതി വരുമാനത്തിൽ വലിയ കാര്യമായ മാറ്റം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം ഓൾറെഡി അത് അങ്ങേയറ്റം എത്തി നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇനി ഈ നികുതി വരുമാനം സമാഹരിക്കുമ്പോൾ നികുതി വരുമാന സമാഹരണത്തിൽ GSTയിലൊക്കെ ഒത്തിരി വെട്ടീര് നടക്കുന്നുണ്ട്. നികുതി വെട്ടീര് ഉദാഹരണത്തിന് ഇക്കഴിഞ്ഞ ഇതിൽ തന്നെ പറയുന്നുണ്ട് 14,000 കോടിയോളം, അതായത് ധനമന്ത്രി തൻ്റെ പ്രസംഗത്തിലും അത് ആവർത്തിച്ചു, 14,000 കോടിയോളം GST വെട്ടിച്ചു പോയി. അത് വെട്ടിച്ചു പോയി എന്ന് വെച്ചാൽ കുടിശ്ശിക, അത് വെട്ടിച്ചു പോകലല്ല, വെട്ടിച്ചു പോകുന്നത് അതിനേക്കാൾ എത്രയോ കൂടുതൽ ഇത് കുടിശ്ശികയാണ് കിടക്കുന്നത്. അപ്പോൾ ഈ കുടിശ്ശിക പിരിച്ചെടുക്കാനുള്ള സത്വര നടപടികൾ എടുത്താൽ എന്തുകൊണ്ടാണ് ഇത്രയധികം കുടിശ്ശിക ഉണ്ടായത്? CAG റിപ്പോർട്ടിലുണ്ട്. ഇവിടെ കേരളത്തിലെ നികുതി വരുമാനത്തെപ്പറ്റി 2022-23 28,258.39 കോടിയാണ് വരുമാന റവന്യൂ അരിയർ. അത് നികുതിയും നികുതിയേതര വരുമാനത്തിൻ്റെ റവന്യൂ അരിയർ എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ച 2022-23 പ്രതീക്ഷിച്ച റവന്യൂ വരുമാനത്തിൻ്റെ ഒരു 24.23% എന്നാണ് CAG പറയുന്നത്. പക്ഷേ CAG തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് നടക്കുന്നില്ല കൃത്യമായിട്ട്. ഗവൺമെൻറ് ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് നടത്തുന്നില്ല. അപ്പോൾ ഈ ഓഡിറ്റേഴ്സ് അസോസിയേഷനിലെ പ്രധാനികളോട് ഞാൻ നേരിട്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് CAG ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട ഒരു അവസ്ഥ വന്നത്? എല്ലാ 5 വർഷവും ശമ്പള പരിഷ്കരണമൊക്കെ നടത്തി കീശയൊക്കെ നിറച്ച് തരുന്നുണ്ട്, എന്നിട്ട് എന്തുകൊണ്ടാണ് ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് നടത്താത്തതെന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ പിന്നെ ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് നടത്താൻ വളരെ ശ്രമിച്ചാൽ പോലും ഗവൺമെൻറ് നിരുത്സാഹപ്പെടുത്തുന്നു. അപ്പോൾ നമുക്ക് ചിലതൊക്കെ ചീഞ്ഞു നാറാൻ തുടങ്ങില്ലേ? അതായത് ഗവൺമെൻറ് എന്തുകൊണ്ടാണ് നിരുത്സാഹപ്പെടുത്തുന്നത്? ഗവൺമെൻറ്റിന് ഒളിച്ചു വയ്ക്കാനുണ്ട്. ഈ വകമാറ്റി ചെലവഴിക്കലേ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള അടികലശൽ എപ്പോഴും, അതായത് കേന്ദ്രം തരുന്നില്ല എന്ന് പറയുമ്പോൾ തരാത്തത് എന്തുകൊണ്ട് എന്ന് കേന്ദ്രം ചോദിക്കുന്നു. എങ്ങനെയാണ് കേന്ദ്രം പറയുന്നത്? യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തത് കൊണ്ട് എന്നാണ് കേന്ദ്രം പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് റവന്യൂ ഗ്രാൻറ്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിരുന്ന റവന്യൂ ഗ്രാൻറ്റ് എത്ര രൂപയായിരുന്നു വേണ്ടിയിരുന്നത്? 814 കോടിയാണ് അവർക്ക് റവന്യൂ ഗ്രാൻറ്റായിട്ട് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. ആദ്യ ഗഡു 212 കോടി കൊടുത്തിട്ട് അതിൽ 1 രൂപ പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കിട്ടിയില്ല. എവിടെ പോയി? വകമാറ്റി ചെലവഴിച്ചു. അപ്പോൾ ഇത്തരം ക്രമക്കേടുകൾ ഒളിച്ചു വയ്ക്കുക, ഇതാരും അറിയാതിരിക്കുക, അതുകൊണ്ടാണ് ഓഡിറ്റിംഗ് സമ്മതിക്കാതിരിക്കുന്നത്. അങ്ങനെ ഓഡിറ്റിംഗ് നടക്കാത്തത് കൊണ്ടാണ് നികുതി അരിയർ ഇങ്ങനെ കൂടുന്നത്. ഇപ്പോൾ നികുതിയുടെ ബില്ല് പിന്നെ അപ്ലോഡ് ചെയ്തില്ല GST പോർട്ടലിൽ എന്ന് കണ്ടാൽ ഉടനെ തന്നെ അതിന് ഫോളോ അപ്പ് ചെയ്യണം. അങ്ങനെ ഉടനെ ഫോളോ അപ്പ് ചെയ്താൽ തീർച്ചയായിട്ടും അവർ അപ്ലോഡ് ചെയ്യും. പക്ഷേ ഇത് ലാസ്റ്റ് ഡേയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പതുക്കെ ഓഡിറ്റിങ്ങിന് വേണ്ടി ചുമ്മാ ഒന്ന് എപ്പോഴാണ് ചെല്ലുന്നത്? CAG തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ ഓഡിറ്റിങ്ങിന് ചെല്ലുന്നു ഇന്ന വകുപ്പുകളിൽ എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുക്കുമ്പോഴാണ് ഗവൺമെൻറ്റിൻ്റെ
ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് വിങ് അവിടെ ഒന്ന് ചെല്ലുന്നത്. അപ്പോഴത്തേക്കും കൈ വിട്ടുപോയി സംഗതി. അതാണ് അത്ര കാര്യക്ഷമതയില്ലായ്മയല്ല, അത് കളവാണ്. അതായത് വകുപ്പ് മാറ്റിയൊക്കെ ചെലവഴിച്ച അത് പുറത്തു വരാതിരിക്കാനുള്ള സൂത്രപ്പണികളാണ് അവിടെ ഓഡിറ്റിംഗ് പോലും നിഷേധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ വരുമാന സമാഹരണം എന്ന് പറയുന്നത് പ്രധാനമായും കാര്യക്ഷമതയോടെ വരുമാന സമാഹരണം നടത്തുന്നുണ്ടോ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു. അത് കാര്യക്ഷമമാകണം എന്നുണ്ടെങ്കിൽ ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് കൃത്യമായിട്ട് നടക്കണം, ഫോളോ അപ്പ് മെഷേഴ്സ് വേണം, എന്നിട്ട് വേണം എക്സ്റ്റേണൽ ഓഡിറ്റിംഗ്, അതായത് CAGയുടെ ഓഡിറ്റിംഗ് വരാൻ. അപ്പോൾ ഇതൊന്നും നടക്കാത്തത് കൊണ്ടാണ് ഇവിടുത്തെ വരുമാന സമാഹരണം തറ ലെവലിൽ കിടക്കുന്നത്. അതുപോലെ IGST കഴിഞ്ഞ അവരുടെ ഈ ഗവൺമെൻറ് തന്നെ വെച്ച പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി പറഞ്ഞു 25,000 കോടിയുടെ IGST സംസ്ഥാനത്തിന് നഷ്ടപ്പെട്ടുവെന്ന്. അതായത് കൃത്യമായ കണക്കുകൾ IGST വകുപ്പിന് കൊടുക്കാത്തത് കൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സംസ്ഥാനത്ത് നികുതി വരുമാന സമാഹരണം മോശമായിപ്പോയി, ധനപ്രതിസന്ധിയിലായി. ആ ധനപ്രതിസന്ധിയുടെ കുഴപ്പം മുഴുവനും കേന്ദ്രത്തിൻ്റെ തലയിൽ കെട്ടിവെച്ച് നമുക്കറിയാം നാളെ അവിടെ സമരം നടക്കാൻ പോവുകയാണ്. എന്താണ് സുപ്രീം കോടതിയൊക്കെ പറയാൻ പോകുന്നത് മറ്റേ വിധി 13-ാം തീയതി വരുമ്പോൾ എന്ന് നമുക്ക് നോക്കിയിരുന്ന് കാണാം. അപ്പോൾ പക്ഷേ കേന്ദ്രം ഒരുപാട് കാര്യങ്ങളിൽ സംസ്ഥാനങ്ങളെ അവഗണിക്കുന്നുണ്ട്. കേരള സംസ്ഥാനത്തെ മാത്രമല്ല, മൊത്തമായിട്ട് ഒരുപാട് അവഗണന എന്ന് വെച്ചാൽ തട്ടിപ്പറിക്കുന്ന സ്വഭാവമുണ്ട്. ഇപ്പോൾ അത് നമുക്ക് പറയാൻ നേരെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അങ്ങനെ പിന്നെ നികുതിയേതര വരുമാന മാർഗ്ഗങ്ങൾ, അതായത് നികുതിയേതര വരുമാന മാർഗ്ഗങ്ങൾ ആഗോള തലത്തിൽ ശരാശരി എല്ലാ രാജ്യങ്ങളുടെയും നികുതിയേതര വരുമാന മാർഗ്ഗം, അതായത് തനതു വരുമാനവും നികുതിയേതര വരുമാനവും തമ്മിലുള്ള റേഷ്യോ, തനതു വരുമാനത്തിൻ്റെ എത്ര ശതമാനം വരും നികുതിയേതര വരുമാനം. ആഗോള ശരാശരി 39ആണ്. അതായത് അതിനേക്കാൾ കുറഞ്ഞ രാജ്യങ്ങളുണ്ട്, അതിനേക്കാൾ കൂടിയ രാജ്യങ്ങളുണ്ട്. ശരാശരി 39ആണ്. അതായത് 100 രൂപ തനതു വരുമാനം ഉണ്ടെങ്കിൽ അതിൽ 39 രൂപ നികുതിയേതര വരുമാനമാണ് എന്നാണ് അത് പഠനം കാണിക്കുന്നത്. പക്ഷേ കേരളത്തിലും ഇന്ത്യയിലും അത് 10% താഴെയാണ്. ധാരാളം സാധ്യതകൾ കിടക്കുകയാണ്. അപ്പോൾ ഇന്ന് തന്നെ ഞാൻ മാതൃഭൂമിയിൽ എഴുതിയിട്ടുണ്ടത് 5842 അനധികൃത ക്വാറികൾ കേരളത്തിൽ വർക്ക് ചെയ്യുന്നു. ഞാനല്ല പറഞ്ഞത്, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഗവൺമെൻറ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പറഞ്ഞത്. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് സഹകരിച്ച് റോയൽറ്റിയാണ് നമുക്ക് കിട്ടേണ്ടത്. അതിൽ നിന്ന് വലിയ തരത്തിൽ പിഴയും റോയൽറ്റിയും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അത് ചെയ്യുന്നില്ല. അപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇന്ന് അങ്ങനെ. അപ്പോൾ അങ്ങനെ ഒരുപാട് മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ വേണ്ട, അതായത് 36 വളരെ പ്രധാനപ്പെട്ട നികുതിയേതര വരുമാന മാർഗങ്ങളുണ്ട്, നോൺ ടാക്സ് റവന്യൂ സോഴ്സസ്. ഈ 36 മാർഗങ്ങളും വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ നമ്മുടെ ഖജനാവ് നിറയാൻ അത് മാത്രം മതി. പക്ഷേ പങ്കുപറ്റ് രാഷ്ട്രീയത്തിൽ ഈ ക്വാറികളെയൊന്നും എന്താ ഫോളോ അപ്പ് ചെയ്യാത്തത്? ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു എക്സാമ്പിൾ തന്നെ പറയാം. അതെന്നോട് പറഞ്ഞ അദ്ദേഹം ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയാണ്, പേര് ഞാൻ പറയുന്നില്ല. അതായത് മലയാറ്റൂർ 2 ക്വാറിയാണ് ലീഗലായിട്ട് അനുവദിച്ചിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇതിൻ്റെ പെർമിഷൻ കൊടുക്കേണ്ടത്. 2 ക്വാറി, പക്ഷേ 100 ക്വാറികൾ അവിടെ പ്രവർത്തിക്കുന്നു. എങ്ങനെയാണ് ഈ ക്വാറികളൊക്കെയും കൂടി ആ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ ഒരു 5 വർഷത്തിലാണല്ലോ ഭരണം, എലക്ഷൻ. അങ്ങനെ എലക്ഷൻ ചെയ്ത് കയറി വരുന്ന അവർക്ക് പക്ക വീടും സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കും ക്വാറി മാഫിയ. അവർ പിന്നെ മിണ്ടത്തില്ല. അങ്ങനെയാണ് 2 ക്വാറി പെർമിഷൻ കൊടുത്തിട്ട് 100 ക്വാറി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയപ്പെട്ട 5842 ക്വാറികളിൽ അതൊക്കെ വരുമെന്ന് ഓർക്കണം. അപ്പോൾ ഇതൊക്കെ കണ്ടെത്താൻ ശ്രമം നടത്താത്തത് എന്തുകൊണ്ടാണ്? രാഷ്ട്രീയക്കാർക്ക് അതിനുള്ള ഇച്ഛാശക്തിയില്ല. അവിടെയാണ് പങ്കിടൽ രാഷ്ട്രീയത്തിൻ്റെ ഇത് കിടക്കുന്നത്. പക്ഷേ അതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നതെന്നറിയാമോ? കേരളം അറബിക്കടലിൽ നിന്ന് മഴുവെറിഞ്ഞ് പൊങ്ങി വന്നു എന്നാണല്ലോ നമ്മളെ പരശുരാമൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എങ്ങനെ പൊങ്ങി വന്നതാണെങ്കിലും കേരളം അറബിക്കടലിലേക്ക് ഒഴുകി പോകാതെ നോക്കേണ്ട ഒരവസ്ഥ അത് നിങ്ങളെപ്പോലുള്ള യങ്സ്റ്റേഴ്സിനാണുള്ളത്. കാരണം നിങ്ങളുടേതാണ് വരുന്ന കേരളം. അപ്പോൾ അവിടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വേണമെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു അറുതി വേണം. അറുതി വേണമെന്നുണ്ടെങ്കിൽ ശക്തമായ ഇടപെടൽ വേണം. ഇപ്പോൾ നമുക്ക് വിഴിഞ്ഞം പ്രോജക്റ്റിന് കല്ലില്ല, കേരളത്തിൽ കല്ലില്ല. കാരണം എല്ലാം ഇറക്കി കൊണ്ടുപോയി, എങ്ങോട്ടൊക്കെ കൊണ്ടുപോയി നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് അത് ക്വാറിയുണ്ട്. പിന്നെ ഫോറസ്റ്റ് വേറെ ഒരു ഈ 36 ഐറ്റത്തിൽ ഒന്ന് ക്വാറിയാണ്, ഒന്ന് ഫോറസ്റ്റാണ്. ഫോറസ്റ്റിൽ നിന്ന് എങ്ങനെയാണ് വരുമാനം ഉണ്ടാകുന്നത്?
പ്രായമായ പരുവമായ മെച്യൂർഡായിട്ടുള്ള തടികൾ തേക്കൊക്കെ അഫോറസ്ട്രേഷൻ വഴിയായിട്ട് തേക്ക് മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അഫോറസ്ട്രേഷൻ വഴി നട്ടുപിടിപ്പിച്ചതാകാം, അല്ലാതെ തന്നെ നാച്ചുറലായിട്ട് ഗ്രോ ചെയ്ത തടികളാകാം. നമുക്കറിയാം കഴിഞ്ഞ വർഷം മുട്ടിൽ മരമുറി തുടങ്ങിയ കാര്യം 500 വർഷം പഴക്കമുള്ള മരങ്ങളൊക്കെയാണ് വെട്ടി കള്ളന്മാർ കൊണ്ടുപോയത്. എന്നിട്ട് നക്കാപ്പീച്ചയാണ് ഗവൺമെൻറ്റിലേക്ക് അവസാനം കിട്ടിയത്. അപ്പോൾ ധനപ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണണമെന്നു വിചാരത്തോടു കൂടിയുള്ള ഒരുപാട് തത്രപ്പാടൊന്നും, അതായത് നടപടികളൊന്നും എടുത്തിട്ടുള്ളതായിട്ട് നമ്മൾ ബജറ്റിലൂടെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഇനി എടുത്ത നടപടികൾ തന്നെ കാര്യക്ഷമമായി നടപ്പാക്കുമോ എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ നടപ്പാക്കാൻ ശ്രമിച്ചാൽ തന്നെ കാര്യക്ഷമത, അവിടെയാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ ഭരണ മികവിരിക്കുന്നത്. ഓരോരുത്തരും ആ ഗവൺമെൻറ്റിനെ സേവിക്കുന്ന ഓരോരുത്തരും, മന്ത്രി തൊട്ട് താഴോട്ട് എല്ലാവരും ഒരുപോലെ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെൻറ് ധനപ്രതിസന്ധി ഒരു പഴങ്കഥയായി മാറും. അങ്ങനെയുള്ളൊരു കേരളത്തിന് വേണ്ടി നമുക്ക് കാതോർക്കാം.